നമ്മളന്ന് അഴിച്ചിട്ടുള്ളത് ഹ്യുണ്ടായി ഇയോണിൻ്റെ കൂളിംഗ് കോയിലാണ്. അപ്പോൾ അതിൽ കസ്റ്റമർ AC ലീക്കേജ് ആയിട്ട് വന്നതാണ്. അപ്പോൾ അത് അഴിച്ചപ്പോൾ കൂളിംഗ് കോയിലാണ് ലീക്ക് ചെക്ക് ചെയ്ത് കണ്ടത്. അപ്പോൾ അത് അഴിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ആ താഴെ ഭാഗത്തൊരു ഓയിൽ കുറച്ച് ലീക്ക് ചെയ്ത് കാണാനില്ല, ആ ഭാഗത്തായിട്ടാണ് ലീക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മളത് അഴിച്ചിട്ട് മാറ്റാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയൊക്കെ നോക്കുകയാണ്. അപ്പോൾ എന്തായാലും നമുക്ക് അഴിച്ച് ചെക്ക് ചെയ്ത് നോക്കാം. ഇപ്പോൾ എന്തായാലും നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തായാലും നമുക്ക് എയർ അടിച്ച് തന്നെ ചെക്ക് ചെയ്യാം. അപ്പോൾ പെട്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ബക്കറ്റിൽ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. ഇപ്പോൾ കൂളിംഗ് കോയിൻ്റെ ഉള്ളിലേക്ക് വെള്ളം കയറാണ്ടിരിക്കാൻ വാൾവ് ലേശം പൊക്കി വെച്ചിട്ട് നമുക്ക് അതിലേക്ക് പൈപ്പ് വെച്ചിട്ട് എയർ അടിച്ച് നോക്കാം. അപ്പോൾ എയർ അടിക്കുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് കൺഫേം ചെയ്യാൻ പറ്റും. അതെ, മുകൾ ഭാഗത്ത് നന്നായിട്ട് എയർ ലീക്ക് ഇട്ട് അതാണ് അവിടെ നിന്ന് ബബിൾസ് പുറത്ത് വരുന്നുണ്ടല്ലേ. അപ്പോൾ അതാണ് AC തീരെ കൂളിംഗ് ഇല്ലാതെ പെട്ടെന്ന് കൂളിംഗ് പോണത്. അപ്പോൾ ആ ഭാഗത്തായിട്ട് നന്നായിട്ട് നല്ല രീതിയിൽ തന്നെ ഗ്യാസ് ലീക്ക് ഉണ്ട്. അപ്പോൾ അത് റിപ്പയർ ചെയ്യാൻ നമുക്ക് പറ്റില്ല. അപ്പോൾ എന്തായാലും നമുക്ക് ചേഞ്ച് ചെയ്യാം. എന്തായാലും നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.